ഇത് വർക്കല SN കോളേജിന് സമീപമുള്ള ഒരു ഭവനമാണ്. ഇവിടെ പ്രായമായ ഒരമ്മയും അവരുടെ 3 കൊച്ചുമക്കളും ജീവിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഇവരെ ഉപേക്ഷിച്ചു പോയി. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് കാണാതാകും. കുഞ്ഞുങ്ങളെ അമ്മുമ്മ കഷ്ടപ്പെട്ട് വളർത്തുകയാണ്. പണ്ട് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയിൽ കഴിഞ്ഞ കുടുംബമാണ്. ഒരു കുഞ്ഞു ഭവനം പണിതെങ്കിലും അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. മൂത്ത പെൺകുട്ടിക്ക് ജനനം മുതൽ വൃക്കയിൽ ദ്വാരങ്ങളായിരുന്നു. വലുതായിട്ടും മാറാതിരുന്നതുകൊണ്ട് ഒരു വൃക്ക സർജറി ചെയ്ത് മാറ്റി. ആ കുഞ്ഞിന് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പോയിട്ട് ആഹാരം വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ ഈ അമ്മുമ്മ വിഷമിക്കുകയാണ്. ദുരിതങ്ങൾ വരിവരിയായി വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ വൃക്കയും നീര് വന്ന് വീർത്ത് രോഗാവസ്ഥയിലായിരിക്കുന്നു. ഞാൻ വർക്കല ശിവകരിയുടെ എൻ്റെ വീടിപ്പം ജപ്തിയിൽ ഒരു വക്കിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഭർത്താവ് എന്നെ കളഞ്ഞിട്ട് പോയിട്ട് 30 വർഷത്തോളമായി. എൻ്റെ മോന് 4 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എൻ്റെ ഭർത്താവ് എന്നെ കളഞ്ഞിട്ട് പോയത്. അതിനുശേഷം മക്കളെയും വളർത്തി ഞാൻ ജീവിച്ച് ഇപ്പം മക്കൾ 2 എണ്ണവും കല്യാണം കഴിച്ച് മോളെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. മോൻ്റെ 3 പൊടി മക്കളുണ്ട്. അവരെ അവരെയും കളഞ്ഞിട്ട് പോയി. അതിൽ മൂത്ത 2 കൊച്ചുങ്ങൾക്ക് കിഡ്നി കംപ്ലൈൻ്റ് ആയിട്ട് അസുഖക്കാരാണ്. അവർ ചികിത്സയിലാണ്. മോനും ഇപ്പം എവിടെയാണെന്ന് അറിയാമേ 2-3 മാസമായി പോയിട്ട്. പിന്നെ എൻ്റെ ഒരു കൊച്ചു വീട് വയ്ക്കാൻ വേണ്ടി ഞാൻ മഹേന്ദ്ര ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തായിരുന്നു. അതിൽ 1,20,000 ലക്ഷം രൂപ എടുത്തിൽ 1,26,000 രൂപയും ഞാൻ അടച്ച്. ഇപ്പം അവർ 2.5 ലക്ഷം രൂപ വീണ്ടും അടയ്ക്കണമെന്നും പറഞ്ഞ് ജപ്തി നോട്ടീസും കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലൊട്ടിച്ചിറങ്ങണമെന്നാണ് പറയുന്നത്. ഈ കൊച്ചുങ്ങളെ ചികിത്സയും അവരെ ആഹാരത്തിൻ്റെ കാര്യവും പഠിത്തവും ഇതെല്ലാം കൂടെ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഇത് കേൾക്കുന്നവരാരായിരുന്നാലും ഞങ്ങളെ വീട്ടിൽ നിന്ന് ഈ ജപ്തി ഞങ്ങൾക്ക് അടച്ചു തീർക്കാനുള്ള എന്തെങ്കിലും ഒരു സഹായം ഞങ്ങളെ സഹായിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ 3 കൊച്ചുങ്ങളെയും കൊണ്ട് ഞാൻ പെരുവഴിയിൽ ഇറങ്ങേണ്ടതാണ്. മൂന്നാമത്തെ കുഞ്ഞിന്റെ മോണയും പല്ലും സർജറി ചെയ്യേണ്ട അവസ്ഥയാണ്. കുഞ്ഞുങ്ങൾ രോഗികളായപ്പോൾ അമ്മുമ്മയ്ക്ക് ഒരു ജോലിക്കും പോകാൻ കഴിയാത്ത അവസ്ഥയായി. ഇവരുടെ വീടും സ്ഥലവും ബാങ്കിൽ പണയത്തിലായിരുന്നു. ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. 2.5 ലക്ഷം രൂപ പലിശ ഉൾപ്പെടെ ബാങ്കിൽ അടയ്ക്കണം. അല്ലെങ്കിൽ അമ്മയും കൊച്ചുമക്കളും തെരുവിലിറങ്ങേണ്ടി വരും. ഇവരെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? ഇവരുടെ അക്കൗണ്ട് നമ്പർ താഴെ കൊടുക്കുന്നു. കൈവിടരുത്. ചെറുതാണെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണേ. കരുതൽ ന്യൂസ്, കൊല്ലം.